ആ ഒരു സമയത്താണ് നമ്മുടെ നാട്ടിലൊക്കെ എന്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ഏറ്റവും കൂടുതൽ കഫേ സെന്ററുകളും കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റുപാടും കഫേ സെന്ററും കാര്യങ്ങളും ഒന്നും കാണാനില്ല അല്ലെ. നമ്മൾ പല ആളുകളും കഫേ സെന്ററുകളെ ഡിപ്പെൻഡ് ചെയ്ത ആളുകളായിരിക്കും. പക്ഷെ അത് മാറാനുള്ള ഒരു കാര്യമാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വെബ് 2.0 അല്ലെങ്കിൽ വെബ് 2 എന്ത് ചെയ്തു, നമ്മുടെ ഇടയിലേക്ക് വന്നു അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാനും പറ്റും എഴുതാനും പറ്റുന്ന രീതിയിൽ റീഡ് പ്ലസ് റൈറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് എന്ത് വന്നു, വെബ് 2 സിസ്റ്റം വന്നു അല്ലെ. സോ അവിടെയാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പല രാജാക്കന്മാരും ഗൂഗിൾ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത് വെബ് 2 ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ പല ആളുകളും കാണാറുണ്ട്, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് പല ലക്ഷങ്ങളും കോടികൾ ലക്ഷങ്ങൾ ഈ ഒരു വെബ് 2 ബേസ് ചെയ്തിട്ടൊക്കെ ഈ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവിടെയും ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അത് ആരാണ് ഓണർഷിപ്പ് എടുത്തിരിക്കുന്നത്, അതിന്റെ അണ്ടറിൽ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. ഇപ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് വെബ് 3.0 എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. ഇതൊരിക്കലും എന്തായിട്ടില്ല, എന്താ പറയാ, വരാൻ പോകുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓൾറെഡി നമ്മുടെയൊക്കെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞു ഈ ഒരു വെബ് 3 എന്ന് പറയുന്നത്. കാരണം ഇന്റർനെറ്റിന്റെ മാറ്റങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ വെബ് 3-ലാണ് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്ക് അപ്പുറത്തേക്ക് ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധ്യതയെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ് വെബ് 3 എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ അസറ്റുകളാണെങ്കിലും നമ്മളുടെ പണമിടപാടുകളാണെങ്കിലും നമ്മളുടെ ട്രാൻസാക്ഷൻ ആണെങ്കിലും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ മാത്രമായിരിക്കും. മറ്റൊരു വ്യക്തി എന്തുണ്ടാവില്ല, ഇതിൽ ഇൻവോൾവഡ് ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. സോ ഓൾമോസ്റ്റ് ആളുകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് വെബ് 3, ഞാൻ വെബ് 3-ലേക്ക് വരുന്നു അല്ലെങ്കിൽ നമ്മൾ വെബ് 3-ലേക്ക് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെബ് 1 എന്ന് പറയുന്നത് അവിടെ കഫേ സെന്ററുകൾ ഉപയോഗിച്ച് ആളുകൾ 10,000-ങ്ങളാണ് വരുമാനം മാസത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ വെബ് 2 ഉപയോഗിച്ചിട്ട് ഇന്ന് പ്രത്യേകിച്ച് പഠിപ്പോ അറിവോ വിവരമോ ഉള്ള ആളുകൾ മാത്രമല്ല, അല്ലാതെ വളരെ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്തിട്ട്, കുഞ്ഞു മക്കളെ വീഡിയോസ് ചെയ്തിട്ടൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ ത്രൂ ലക്ഷങ്ങളുടെ വരുമാനം വെബ് 2-ന്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ വെബ് 3 എന്ന് പറയുന്ന സാധ്യത നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ മതി, അവിടെ കോടികളാണ് നമ്മൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. സോ ആ വെബ് 3-ന്റെ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വെറും ഒരു ഉപഭോക്താവ് മാത്രമല്ലാതെ ഇതിന്റെ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു മാറ്റം വരുന്ന ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് എത്തിപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. എന്താണ് ഫീച്ചേഴ്സ്, വെബ് 3-യുടെ കീ ഫീച്ചേഴ്സ് ആണ്. ഒന്നാമത്തെ കാര്യമാണ് ഡീസെൻട്രലൈസേഷൻ അല്ലെ. നമ്മളിവിടെ ഈ ഒരു പ്രോഗ്രാമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം കോൺഫോജ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. കാരണം അതൊരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ്, നിങ്ങൾ ഒരിക്കലും അതിന് റിമൂവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ID ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാനുള്ള കാരണം ബിക്കോസ് നമ്മൾ പറയാറുണ്ട് ഈ ഒരു കോൺഫോജ് എന്ന് പറയുന്നത് വെബ് 3-ൽ പ്രവർത്തിക്കുന്ന വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. ആൻഡ് നോ സിംഗിൾ കമ്പനി കൺട്രോൾസ് ദി സിസ്റ്റം. ഡീസെൻട്രലൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള പ്രാധാന്യം, കാരണം പല ആളുകൾക്കും ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ട്. കാരണം പല ആളുകളും ചോദിക്കാറുണ്ട്, മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റാഫോഴ്സിന്റെ ഇന്റർഫേസിനെ അല്ലെങ്കിൽ മാസ്ക് ഇട്ട സമയത്ത് ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് എങ്ങനെ മാസ്ക് ഇടാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു വെബ്സൈറ്റിന് കാണുന്ന രീതിയിൽ അല്ല ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. ഒരു മാസ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഏതിലും സംഭവിക്കുന്നതാണ്. ഇവിടെ ഒരു സിംഗിൾ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ പവർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്മൾക്ക് ഓരോരുത്തർക്കും എന്തുണ്ട്, ഇപ്പോ നമ്മളെല്ലാവരും കോയിൻഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ആളുകളാണ്. സോ ഈ കോയിൻഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ പവർ എന്തുണ്ട്, നമ്മളിലേക്ക് കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അത് തന്നെയാണ് പ്രധാനമായിട്ടും ഡീസെൻട്രലൈസേഷന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇത് തന്നെയാണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഒരു വിശ്വാസത, ട്രസ്റ്റ് നമ്മളിലേക്ക് തരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഓണർഷിപ്പ്, നമ്മുടെ അസറ്റ്സ്, നമ്മുടെ ക്രിപ്റ്റോ ആണെങ്കിലും NFT ആണെങ്കിലും അതെല്ലാം നമുക്ക് മാത്രം നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ആ ഓണർഷിപ്പ് എന്ന് പറയുന്നത്? ആക്ച്വലി ഇപ്പോഴത്തെ ഒരു ബാങ്കിങ് സിസ്റ്റം പ്രകാരം നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മളുടെ മണി, നമ്മുടെ കയ്യിലുള്ള പണം നമുക്ക് സ്വന്തമാണോ എന്നുള്ളത് അല്ലെ.
നമ്മുടെ സ്വന്തമാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണ്ടായിരുന്നു, അതിന് ടാക്സ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലായിരുന്നു. നമ്മൾ വളരെ റിയറായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ വെബ്3 വരുന്ന സമയത്ത് ഇവിടെ വരുന്ന നമ്മുടെ അസറ്റുകൾ നമുക്ക് സ്വന്തമാണ്, നമ്മൾ മാത്രമാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. നോട്ട് കൺട്രോൾ ബൈ എ ബാങ്ക് ആപ്സ്. ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു ബാങ്കോ അല്ല എന്ത് ചെയ്യുന്നത്, നമ്മളെ കയ്യിലുള്ള പണത്തിനെ നിയന്ത്രിക്കുന്നത്, നമ്മളെ കയ്യിലുള്ള മൂല്യത്തിനെ നിയന്ത്രിക്കുന്നത്. അത് NFT ആയിട്ടും ക്രിപ്റ്റോ ആയിട്ടും നമുക്കറിയാം. നോൺ ഫംഗ്ഷബിൾ ടോക്കൺസ് പല ആളുകളും ഇന്ന് എന്ത് ചെയ്യാറുണ്ട്, അവരുടെ യുണീക്ക് ആയിട്ടുള്ള കഴിവിനെ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ ഉപയോഗിച്ചുകൊണ്ട് NFT ഉണ്ടാക്കിയിട്ട് NFT മാർക്കറ്റുകളിൽ സെൽ ചെയ്യാറുണ്ട് അല്ലെ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബാറ്റ് NFT ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ NFT ആക്കിയ ആ ബാറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് 1 കോടി 1 CR ആയിരുന്നു. സോ അതേപോലെ ഒരുപാട് ആളുകൾ, മോഹൻലാല് കഴിഞ്ഞ ദിവസം ഒരു ഗുരുവായൂർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹം എന്ത് ചെയ്തിട്ടുണ്ട്, NFT ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിമാ കല്ലിങ്കൽ 2022 ആദ്യമായിട്ട് NFT കളക്ട് ചെയ്തൊരു ലേഡി ആയിരുന്നു അവർ. കളക്ട് ചെയ്തത് ജസ്റ്റ് ഒരു NFT പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിന്ന സമയത്ത് വെറും 2 ലക്ഷം രൂപയ്ക്കാണ് NFT കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ ആ NFT, ആ നോൺ ഫംഗ്ഷബിൾ ടോക്കണിനെ സെൽ ചെയ്ത്, അതൊരു ഫ്ലവർ ആയിരുന്നു ആക്ച്വലി. ആ ഫ്ലവറിനെ സെല് ചെയ്തത് അറൗണ്ട് 43 ലക്ഷം രൂപയ്ക്കാണ്. ആണ് ഈ ഒരു മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രൈസ് ഉള്ളത്. കാരണം നമുക്കിവിടെ നിങ്ങൾക്ക് യുണീക്ക് ആയിട്ട് ഒരു കഴിവുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ അയ്യപ്പൻ സാറിന് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടെ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പൊ അയ്യപ്പൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു ഫോട്ടോഗ്രാഫർ ആണെന്ന് വിചാരിക്കാം. ആള് ഇന്ന് വരെ ലോകത്ത് ഒരാളും എടുക്കാത്തൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ എന്ത് ചെയ്യാണ്, നോർമലി ആളുകൾ എന്താ ചെയ്യാ, നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു ഫോട്ടോ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പല മാഗസിനുകളിലേക്കും അയച്ചു കൊടുത്തിട്ട് അവിടെ ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപയൊക്കെ നമ്മൾ അതിന്റെ പ്രതിഫലം വാങ്ങാണ് ചെയ്യാറ്. പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ അതല്ല, NFT ആക്കിയിട്ട് നമ്മൾ അതേപോലെ തന്നെ ഈ ഒരു വെബ്3 പ്ലാറ്റ്ഫോമിൽ, ഒരു NFT പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്മുടെ കയ്യിലുള്ള അസറ്റിനെ സെല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ആ ഫോട്ടോനെ നമുക്ക് അതിൽ സെല് ചെയ്യാൻ പറ്റും. ആ അസറ്റ് അല്ലെങ്കിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതിന്റെ ഓണർഷിപ്പ് നമ്മൾ മറ്റൊരു വ്യക്തിയിലേക്ക് കൊടുക്കുക. അത് അതിൻ്റെതായിട്ടുള്ള പ്രൈസ്, നമ്മൾ ഇടുന്ന പ്രൈസ് വാല്യൂലായിരിക്കും. ഒരു 10 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം ഒരു ആൻഡമാൻ നിക്കോബാറിലെ ഒരു ഫോട്ടോഗ്രാഫർ ഏതൊരു ചെറിയ പൂവിന്റെ ഒരു ഫോട്ടോ എടുത്തപ്പം ഉണ്ടായിരുന്നെ ഫോക്സ് മാഗസിൻ അവർക്ക് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ സാധനത്തിന് ആ ഫോക്സ് മാഗസിന് വിൽക്കാതെ അതേ സാധനത്തിന് NFT മാർക്കറ്റിൽ യൂണിക് ആയിട്ട് സെൽ ചെയ്ത സമയത്ത് അത് അറൗണ്ട് 47-48 ലക്ഷം രൂപയ്ക്ക് ആൾ ഉദ്ദേശിക്കുന്ന പ്രൈസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റി, അതിനെ സെൽ ചെയ്യാൻ പറ്റിയതാണ്. സോ ഇവിടുത്തെ ഓണർഷിപ്പ് ആണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അത് തന്നെയാണ് ഈ ഒരു വെബ്3 എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ്. അതേപോലെ തന്നെ ട്രാൻസ്പെറൻസി. ഓൾ ട്രാൻസാക്ഷൻസ് ആർ വിസിബിൾ ഓൺ ബ്ലോക്ക് ചെയിൻ. നമ്മൾ പറയാറുണ്ട് അല്ലെ, നിങ്ങൾ ഇവിടെ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ കോയിൻ ഫോർജിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ മറച്ചു വെക്കാൻ ഒന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. എന്റെ റിസീവിംഗ് അഡ്രസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് ഏത് ബ്ലോക്ക് ചെയിനാണോ പ്രവർത്തിക്കുന്നത് ആ ബ്ലോക്ക് ചെയിനിൽ നിങ്ങൾക്ക്, ഇപ്പൊ പോളിഗൺ ബ്ലോക്ക് ചെയിൻ ആണെങ്കിൽ പോളിഗൺ സ്കാനറിൽ നമ്മുടെ ആ ഒരു റിസീവിംഗ് അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷനെ കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൽ ഇടപാടുകളൊന്നും നടത്താൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോ ഹിഡൻ മാനിപ്പുലേഷൻ. ഇവിടെ മാനിപ്പുലേഷൻ നടക്കൂല എന്നുള്ളത് 100% നമുക്ക് എല്ലാവർക്കും ഉറപ്പാണല്ലേ. കാരണം ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സോ അതും എന്താണ് വെബ്3യുടെ ഒരു കീ ഫീച്ചർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ബ്ലോക്ക് ചെയിൻ. എന്താണ് ബ്ലോക്ക് ചെയിൻ? നമ്മൾ പറയാറുണ്ട് ഈ ഒരു സിസ്റ്റത്തൊക്കെ നമ്മൾ വരുന്ന സമയത്തൊക്കെ കോയിൻഫോർജ് എന്ന് പറയുന്നത് ടെക്നോളജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അതേപോലെ തന്നെ അത് വെബ്3യിലാണ് പ്രവർത്തിക്കുന്നത്. വെബ്3 പ്രവർത്തിക്കുന്നത് ബ്ലോക്ക് ചെയിനിലാണ് അല്ലെ. എന്താണ് ബ്ലോക്ക് ചെയിൻ? ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ അല്ലെ. ഒരു ട്രാൻസാക്ഷൻ നമ്മളിവിടെ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന ഡാറ്റേനെ ബ്ലോക്കുകളാണെങ്കിൽ അതേ സാധനത്തിനെ കണക്ട് ചെയ്യുന്ന ഒരേ രീതിയിൽ ഒരേ ഓർഡർ ആയിട്ട് കണക്ട് ചെയ്യുന്ന ചെയിൻ ആയിട്ടും പറയും. സോ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് എ ചെയിൻ ഓഫ് ബ്ലോക്സ് ദാറ്റ് സ്റ്റോർ ഡാറ്റ. നമ്മൾ കൊടുക്കുന്ന ഡാറ്റകളെ, ബ്ലോക്ക് ചെയിൻ ഇസ് എ ഡിജിറ്റൽ റെക്കോർഡ് സിസ്റ്റം ദാറ്റ് സ്റ്റോർസ് ഇൻഫർമേഷൻ ഇൻ സെക്യൂർ, ട്രാൻസ്പെറന്റ് ആൻഡ് അൺചേഞ്ചബിൾ വേ. ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റാത്ത രീതിയിലേക്കുള്ള കോഡുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയിനിലേക്ക് നമ്മൾ ഡാറ്റകൾ ആഡ് ചെയ്യുന്നത്, എൻക്രിപ്റ്റ് ചെയ്യുന്നത്. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ നമ്മളൊരു ട്രാൻസാക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത്
അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയിനിൽ ഡാറ്റയിൽ സൂക്ഷിക്കപ്പെടുകയും അതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്ത രീതിയിലേക്ക് എന്ത് ചെയ്യും, ആ സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അതിനാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ടൈപ്പ് ഓഫ് ബ്ലോക്ക് ചെയിൻ നമ്മൾ പറയാറുണ്ട്, പല ബ്ലോക്ക് ചെയിനുകൾ ഉണ്ട് അല്ലെ. നമ്മൾ കോയിൻഫോജ് എന്ന് പറയുന്ന പ്രൊജക്ട് ഏത് ബ്ലോക്ക് ചെയിനിൽ വരുന്നതാണ്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യോ. നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്ന നമ്മളിരിക്കുന്ന ഈ ഒരു ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ കോയിൻഫോജ് എന്ന് പറയുന്നത് ഏത് ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തിക്കുന്നതാണെന്ന് അറിയോ? പബ്ലിക് ബ്ലോക്ക് ചെയിൻ അല്ലേ? ഓക്കെ, പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ പെടുന്നതാണ് എന്ത്, പോളിഗൺ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോ വെബ്2 എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീടാണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവില്ല, നമുക്ക് അവിടെ ഒരു അതോറിറ്റി ഉണ്ടാവില്ല അല്ലെ, നമുക്ക് അവിടെ താമസിക്കാൻ മാത്രമേ. പക്ഷെ അതേ സിസ്റ്റം നമ്മളിപ്പോ സ്വന്തമായിട്ട് വെച്ചിരിക്കുന്ന ഒരു വീടാണ്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇതാണെങ്കിൽ നമുക്ക് അവിടെ ഓവറോൾ കൺട്രോൾ നമ്മൾ ഉണ്ടായിരിക്കും. അതായിരിക്കും വെബ്3 എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഈ വെബ്3 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ തന്നെ പലതരത്തിലുള്ള ബ്ലോക്ക് ചെയിനുകൾ ഉണ്ടെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. പബ്ലിക് ബ്ലോക്ക് ചെയിൻ ഇപ്പൊ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, പോളിഗൺ പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്തുണ്ട് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്. ഫൈൻ. സോ ഇവിടെ 4 ടൈപ്പ് ഓഫ് ബ്ലോക്ക് ചെയിനുകളാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ന് ലോകത്തുള്ളത്. പബ്ലിക് ബ്ലോക്ക് ചെയിൻ, അതേപോലെ തന്നെ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ, കൺസോർട്ടിയം ബ്ലോക്ക് ചെയിൻ ആൻഡ് ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ. എന്താണ് ഈ പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിരിക്കും. ആർക്ക്? കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ലോകത്തിന് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് ആർക്ക് വേണമെങ്കിലും അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ എന്താ പറയാ, ട്രാൻസാക്ഷൻസ് ചെയ്യാനും അതേപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും വിവരങ്ങൾ പരിശോധിക്കാൻ പറ്റുന്നതും അങ്ങനെയുള്ള ഒരു സിസ്റ്റം. പക്ഷെ പബ്ലിക് ആയിട്ട് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതായിരിക്കും ഇത് പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഓപ്പൺ ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് വേർ എനിവൺ ക്യാൻ ജോയിൻ, റീഡ്, റൈറ്റ് ഓർ ഓഡിറ്റ് ദ ലെഡ്ജർ, ഹൈലി സെക്യൂർ ആൻഡ് ഇമ്മ്യൂട്ടബിൾ. ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വ്യക്തിക്കും മ്യൂട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതല്ല. ഏത് വ്യക്തിക്ക് വേണമെങ്കിലും അസോസിയേറ്റ് ചെയ്യാൻ, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ. എന്തുകൊണ്ട് നമുക്ക് പല ആളുകളിലേക്കും ഈ ഒരു പ്രൊജക്ടിനെ കൊടുക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഇതിനെ കുറിച്ച് പഠിക്കാം, മനസ്സിലാക്കാം, എഴുതാം. അതേപോലെ തന്നെ ഇതിന്റെ ഓഡിറ്റ് ചെക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ നമ്മുടെ ബ്ലോക്ക് ചെയിൻ പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് ചെയിനിൽ വരുന്ന ട്രാൻസാക്ഷനെ കംപ്ലീറ്റ് ട്രാൻസ്പെറന്റ് ആയിട്ട് ആളുകൾക്ക് കാണാൻ പറ്റുന്നത് കൊണ്ടും, അതേപോലെ തന്നെ ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ റീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ എന്തുണ്ട്, പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ. പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എന്തായിരിക്കില്ല, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതായിരിക്കില്ല. അതൊരു ലോക്ക്ഡ് സിസ്റ്റം ആയിരിക്കും. അത് ചില കമ്പനികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പനി, ഒരു 4 പേരൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നിഷാന്താറിനെ കാണുന്നുണ്ട്, അതേപോലെ തന്നെ അഷ്റഫ് ഖാനെ കാണുന്നുണ്ട്, അബ്ദുൽ കരീം സാറാണ്. ഞാനും നിഷാന്ത് സാറും അബ്ദുൽ കരീം സാറും അതേപോലെ തന്നെ അഷ്റഫ് ഖാൻ കൂടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആയിരിക്കും, അത് പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ ആയിരിക്കും. അതൊരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതിലേക്ക് വേറെ ആർക്കും ഒന്നും ഉണ്ടാവില്ല, എൻട്രി ഉണ്ടാവില്ല. അവിടെ പ്രൈവസി എന്ന് പറയുന്നതും അതേപോലെ തന്നെ അപ്പോ ഈ ഒരു ബ്ലോക്ക് ചെയിനിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പ്രൈവസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ എഫിഷ്യൻസിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. സോ ഇവിടെ ക്ലോസ്ഡ് നെറ്റ്വർക്ക് റെസ്ട്രിക്റ്റഡ് ടു സ്പെസിഫിക് പാർട്ടിസിപ്പൻസ്. നമുക്ക് 4 പേർക്കും അല്ലാതെ, ഇപ്പൊ ഞാനും നിഷാന്ത് സാർ, അഷ്റഫ് ഖാൻ, അതേപോലെ തന്നെ കരീം സാർ അല്ലാതെ 5ാമതൊരു വ്യക്തിക്ക് എന്തുണ്ടാവില്ല, ഇപ്പൊ ഉമ്മർ ബോയ് സാറിന് അല്ലെങ്കിൽ അനിലാൽ സാറിന് സുമേഷ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഇതിലേക്ക് കയറാൻ പറ്റില്ല. അതിന് പബ്ലിക് പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയും. ആൻഡ് കൺസോർട്ടിയം ആൻഡ് ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ബ്ലോക്ക് ചെയിനുകളാണ്. അത് അധികവും ബാങ്കിങ് സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് ചെയിനുകളാണ്. രണ്ടും സെമി ഡീസെൻട്രലൈസ്ഡ് ആണ്. എന്നുവെച്ചാൽ പബ്ലിക്കിനും പ്രൈവറ്റ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് കൺസോർട്ടിയം അല്ലെങ്കിൽ ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിനുകൾ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും ബാങ്കിങ് സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബാങ്കിങ്ങിൽ ഒരിക്കലും പ്രൈവറ്റ് ആക്കി വെക്കാനും പറ്റില്ല, പബ്ലിക് ആക്കി വെക്കാനും പറ്റില്ല അല്ലെ. അതേ സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു 2 ബ്ലോക്ക് ചെയിനുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഓൾമോസ്റ്റ് ഏത് ഇൻഡസ്ട്രിയിലേക്കും അല്ലെങ്കിൽ ഏതൊരു മേഖലയിലേക്കും
ഉപയോഗിക്കാൻ പറ്റുന്ന ബ്ലോക്ക് ചെയിനുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് വെബ്3 ഇന്ന് ലോകത്ത് ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം എവല്യൂഷൻ ഓഫ് മണി. നേരത്തെ ഞാൻ ഫസ്റ്റ് ചോദിച്ചില്ലേ, പണമിടപാടുകളിൽ വരുന്ന ഒരു 10 വർഷം കഴിയുമ്പോഴും ഇതേ രീതിയിലായിരിക്കും എന്നുള്ളത്. ഒരിക്കലും ആയിരിക്കില്ല. ഇത് ഓൾമോസ്റ്റ് 99% ആളുകളും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നപ്പോ, അല്ലെങ്കിൽ ഈ ഒരു കോൺഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത സമയത്ത് കേട്ടിരിക്കുന്ന ഒരു വേർഡ് ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് എന്ത് ചെയ്യും, എവല്യൂഷൻ ഓഫ് മണി എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാന്നുള്ളത് അല്ലെ. നമ്മളപ്പോഴും പറയാറുണ്ട്, വാട്ടർ സിസ്റ്റം മുതൽ ക്രിപ്റ്റോ കറൻസി വരെ ഉള്ള എവല്യൂഷനാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ പറയാറുണ്ട്, പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം എങ്കിൽ, അല്ലെങ്കിൽ പണമിടപാട് രീതിയാണ് ബാർട്ടർ സിസ്റ്റം എങ്കിൽ, പിന്നെ അത് ഗോൾഡ്, മെറ്റൽ ഗോൾഡ്, പേപ്പർ മണി. ഇവിടെ ഈ മെറ്റൽ ഗോൾഡ് വരെ ഒരു പക്ഷെ നമുക്ക് ആർക്കും അറിയില്ല, പക്ഷെ പേപ്പർ മണി മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, പേപ്പർ മണി മാറിയിട്ട് പ്ലാസ്റ്റിക് കാർഡായിട്ടും ഇലക്ട്രോണിക് മണി ആയിട്ട് മാറാനും വേണ്ടിയിട്ട് അധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നില്ല. വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് കാർഡുകളും ഇലക്ട്രോണിക് മണികളും മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി ഇന്ന് ലോകത്തിലേക്ക് വരുന്നത്. സോ ദ അൾട്ടിമേറ്റ് വേർഡ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. ഇനി വരാൻ പോകുന്നത് ട്രാൻസാക്ഷൻ മോഡ്. സോ നമ്മളിപ്പോൾ ചെയ്യുന്നതും ഇതേ സിസ്റ്റം ആണ്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ക്രിപ്റ്റോ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി, ക്രിപ്റ്റോയിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ തുടങ്ങി, ക്രിപ്റ്റോനെ നമ്മൾ ഏറ്റെടുക്കാൻ തുടങ്ങി. അതിലൂടെ നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു ശതമാനം ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലെ. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും ലോകത്ത് വെറും 5% അല്ലെങ്കിൽ 7% ആളുകൾ മാത്രം വർക്ക്ഔട്ട് ചെയ്യുന്ന, ആളുകൾ മാത്രം പഠിക്കുന്ന, ആളുകൾ മാത്രം വരുമാനം ഉണ്ടാക്കുന്ന ആ ഒരു ഇൻഡസ്ട്രിയിലാണ് ഇന്ന് ഞാനും നിങ്ങൾ അടങ്ങുന്ന ഓരോ വ്യക്തികളും ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കാം. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. ഇനി വരുന്ന ട്രാൻസാക്ഷൻ, ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ബാങ്ക് പറയുന്നത് കേട്ടു, ഓൾറെഡി എന്ത് ചെയ്യുന്നു, ക്രിപ്റ്റോ നമുക്കറിയാം CBDC എന്ത് ചെയ്യുന്ന എമൗണ്ട് വരുന്ന ഒരു 2 വർഷം കൊണ്ട് 100% കംപ്ലീറ്റ്ലി മാർക്കറ്റൈസ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ പല USDT-കളാണെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നു, പല ബജാജ് പോലെയുള്ള വൻകിട കമ്പനികളും ഇത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു. ഇവിടെ തൃശ്ശൂരിൽ ഓൾറെഡി ഒരു ക്രിപ്റ്റോ ഓൺലൈൻ സ്റ്റോർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറിഞ്ഞിട്ടും അറിയില്ല. ഡൽഹിയിലും ബാംഗ്ലൂരുകളിലായിട്ട് പല റെസ്റ്റോറന്റുകളില് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലെ ക്രിപ്റ്റോനെ പേയ്മെന്റ് സിസ്റ്റം ആക്കിയിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു. പല സ്ഥലങ്ങളിൽ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഓൾറെഡി ക്രിപ്റ്റോന്റെ പിന്നെ ATM മെഷീന്റെ അപ്ലിക്കേഷൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ട് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. സോ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ക്രിപ്റ്റോ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യുന്നത്, വർക്ക്ഔട്ട് ചെയ്യുന്നത്. എന്താണ് ട്രഡീഷണൽ മണി ക്രിപ്റ്റോ കറൻസി തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രഡീഷണൽ മണി കൺട്രോൾ ബൈ എ ബാങ്ക് ആൻഡ് അതേപോലെ തന്നെ ഇവിടെ എന്തില്ല, നോ ബാങ്ക് നീഡർ അല്ലെ. ക്രിപ്റ്റോ കറൻസിക്ക് ബാങ്കിന്റെ ആവശ്യമില്ല. നീഡ് ഇന്റർമീഡിയറ്റേഴ്സ് ട്രഡീഷണൽ മണി. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന പണമിടപാടുകൾക്ക് ഇന്റർമീഡിയറ്റേഴ്സിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ പിയർ ടു പിയർ ട്രാൻസാക്ഷൻ ആണ്. വ്യക്തികൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മറ്റത് വ്യക്തികൾ തമ്മിൽ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതൊരു ഇന്റർമീഡിയേഷൻ വഴി പറ്റും. ടൈമിംഗ്, ഫീസ്, ബോർഡേഴ്സ്. നമുക്കറിയാം, നമ്മള് ട്രഡീഷണൽ മണി, ഇപ്പോ ദുബായില് ഉള്ള ഒരു സുഹൃത്ത് നമുക്കൊരു അത്യാവശ്യം വന്നു, നമ്മളെ വീട്ടിലൊരു അത്യാവശ്യം വന്നു. ഒരു പക്ഷെ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, എന്റെ വീട്ടിലൊരു അത്യാവശ്യം വന്നിട്ട് എനിക്കൊരു പണം അയക്കണമെങ്കിൽ അതിന് എന്ത് ചെയ്യും, വളരെ ടൈം എടുക്കൂലെ, സമയം ഒരുപാട് എടുക്കും. ഒരു പക്ഷെ ഇന്ന് രാത്രി ആയതുകൊണ്ട് എനിക്ക് അയക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഒരു പക്ഷെ ഞാൻ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടാവും. ഒരു ടൈമിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ട്രഡീഷണൽ മണി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി, നിങ്ങൾ ഒരു ID അടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു USDT ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ വ്യക്തിയിലേക്ക് ആ മൂല്യമുള്ള പണം എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. സോ ക്രിപ്റ്റോ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ വരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണ്, ഈസി ട്രാൻസാക്ഷൻ മോഡാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. And cryptocurrency is type of digital money that exists only online and it's secure by technology, not controlled by any bank or government. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിപ്റ്റോ കറൻസി ഇപ്പൊ നമുക്ക് ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പണം അയക്കുന്നെങ്കിൽ അത് ബാങ്ക് ത്രൂ ആയിരിക്കും, അല്ലെങ്കിൽ കൺട്രോൾ ബൈ ബാങ്ക് സിസ്റ്റം പ്രകാരമാണ് അയക്കുന്നെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഞാൻ ദുബായിൽ ഇരിക്കുന്ന സുശീൽ സാറിലേക്ക് ക്രിപ്റ്റോ കറൻസി അയക്കുന്നത് അല്ലെങ്കിൽ USDT അയക്കുന്നതിന് അവിടെ ബാങ്കിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിന്റെയോ സഹായം ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അറിയേണ്ട ആവശ്യമില്ല. അവിടെ എത്തുന്ന ഞാനിവിടെ അയക്കുന്നതിന്റെ അയക്കുന്ന സമയത്ത് തന്നെ ഒരു 10 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യപ്പെടുന്നു,
അവിടെ എത്തിപ്പെടുന്നത് എന്നുള്ളത്. സോ വളരെ സുതാര്യമായ ഒരു ട്രാൻസാക്ഷൻ സിസ്റ്റമാണ് ക്രിപ്റ്റോ കറൻസി നമുക്ക് വരാൻ പോകുന്നത്. ആൻഡ് ഇവിടെ കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സെക്യൂർ, പ്രൊട്ടക്റ്റഡ് ബൈ ക്രിപ്റ്റോഗ്രഫി. നമ്മൾ കേട്ടിട്ടുണ്ട് ക്രിപ്റ്റോഗ്രഫി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ സെക്യൂർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഗ്ലോബൽ, സെൻഡ് മണി എനിവേർ ഇൻ മിനിറ്റ്സ്. നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തേക്കും വല്ല വേഗതയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലോബലി ഈ ക്രിപ്റ്റോനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നോ ലോങ് ബാങ്കിങ് ഡിലേസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്കുകളുടെ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ ട്രാൻസ്പെറന്റ്, റെക്കോർഡഡ് ഓൺ ബ്ലോക്ക് ചെയിൻ. ഇവിടെ ബ്ലോക്ക് ചെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ട്രാൻസാക്ഷൻസും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫോണിക്കൽ സ്കാനറിൽ പോയിട്ട് എടുത്തിട്ട് ഒരു വ്യക്തിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വർഷം കൊണ്ട് 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം. ഇപ്പം ഇന്ദിരാ മേഡം എന്ത് ചെയ്തിട്ടുണ്ട്, MC പറയുന്ന സമയത്ത് പറഞ്ഞു അറൌണ്ട് 16 ലക്ഷത്തോളം രൂപ ആൾ ഈ ഒരു കോയിൻഫോജ് എന്ന് പറയുന്ന പ്രൊജക്ടിലൂടെ ഉണ്ടാക്കിയെന്നുള്ളത്. അതേ സാധനത്തിന് നമുക്ക് വെരിഫൈ ചെയ്യാം. അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്രയും പബ്ലിക്കിന് മുമ്പിൽ ഇന്ദിരാ മേഡത്തിന് കള്ളം പറയാൻ പറ്റില്ല, ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടെന്നുള്ളത്. കാരണം ഇവിടുന്ന് ഒരു ചോദ്യം മതി, ഞാൻ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ വാലറ്റ് അഡ്രസ് അല്ലെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോൺ അഡ്രസ് തന്നു കഴിഞ്ഞാൽ ഞാൻ അത് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ കൺഫേം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കേണ്ട കാര്യമുണ്ട്. കാരണം അത് കൊടുക്കുന്ന സമയത്ത് ആ ട്രാൻസാക്ഷനെ കംപ്ലീറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് ബ്ലോക്ക് ചെയിനിൽ ആഡ് ചെയ്യപ്പെടുന്നതാണ്. അതേ സിസ്റ്റം ആണ് ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ. ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും അപ്പൊ കംപ്ലീറ്റ്ലി അതിനെ സ്റ്റോർ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ആണെന്നുള്ളത്. So cryptocurrency is not just digital money, it's a new financial system without middleman. മറ്റൊരു വ്യക്തി ഇല്ലാതെ നമ്മളുടെ പണം നമ്മളത് മാത്രമായി മാറുന്ന, നമുക്ക് മാത്രമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിനാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. സോ ഇത് ആക്ച്വലി 2025 വരെയുള്ള ഒരു ക്രിപ്റ്റോയിലുള്ള ഒരു മൂവ്മെന്റ്സ് ആണ്. നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി തന്നെ 2 തരത്തിലുണ്ട് അല്ലെ. ഒന്ന് ഫ്ലക്ച്വേഷൻസ് വരുന്ന കോയിൻസും ഉണ്ട്, ഒന്ന് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്ന കോയിൻ ഉണ്ട്. നമ്മൾ ഈ പ്രോഗ്രാമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ക്രിപ്റ്റോ ആണ് ഉപയോഗിക്കുന്നത്, സ്റ്റേബിൾ കോയിൻ ആണോ അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് വരുന്ന കോയിൻ ആണോ? നമ്മൾ ഈ ഒരു പ്രോഗ്രാം, നമ്മൾ ഈ ഒരു കോയിൻഫോജ് എന്ന് പറയുന്ന പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് കോയിൻ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്റ്റേബിൾ കോയിൻ ആണ് അല്ലെ. എന്താണ്, USDT ആണ് നമ്മളിവിടെ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത്. അത് എന്തുകൊണ്ട് നമ്മൾ USDT യൂസ് ചെയ്യാൻ കാരണം, ഇറ്റ്സ് ബിക്കോസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ വരുന്ന സമയത്ത് പണം ഒരു ടൈപ്പ്, ഇപ്പൊ ബിറ്റ് കോയിൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് എത്രയും ബിറ്റ് കോയിന്റെ ഒക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ബിറ്റ് കോയിന്റെ ഒരു പ്രൈസ് ഹൈക്കിങ്ങും പ്രൈസ് ഡൗണിങ്ങും ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ 2009 നമുക്കറിയാം ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ലോകത്തിലേക്ക് എന്താ പറയാ, ഇതുവരെ ഒരു രൂപം വ്യക്തമല്ലാത്ത സതോഷി നാക്കാമോട്ടോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ലോകത്തിലേക്ക് പരിചയപ്പെടുത്തുന്നതും ബിറ്റ് കോയിന്റെ ഓൺ ബ്ലോക്ക് ചെയിനിൽ അന്ന് വന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അതിന്റെ ഒരു വൈറ്റ് പേപ്പർ മാർക്കറ്റിലേക്ക് വന്ന 2020 ആ ഒരു സമയത്ത് $0.40, ഇറ്റ്സ് അറൌണ്ട് 40 രൂപയോളമായിരുന്നു എന്ത് അന്ന് ഇന്ത്യൻ രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് അന്നത്തെ ബിറ്റ് കോയിന്റെ. അതേ സമയം 2025 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 1 കോടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അറൌണ്ട് 1,12,851,000 വരെയുള്ള സമയത്താണ് ആക്ച്വലി ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത് ഇതിലേക്ക് വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു ബിറ്റ് കോയിൻ വെച്ചിട്ട് എനിക്കൊരു പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ലെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മൂല്യം എന്ത് ചെയ്യുന്നത്, കൂടുതൽ കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫ്ലക്ച്വേഷൻസ് വരുന്ന കോയിൻ എന്ന് പറയാം, ബിറ്റ് കോയിൻ, എതേറിയം, സൊളാന ഏതാണെങ്കിലും ഇതൊക്കെ ഫ്ലക്ച്വേഷൻസ് വരുന്ന കോയിൻ. പക്ഷെ രാജ്യാന്തര കോയിനുകൾ, ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്ന ക്രിപ്റ്റോ കറൻസിയാണ് CBDC. CBDCയുടെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈസ് ട്രേഡ് ചെയ്തിട്ട് മൂല്യം കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. അത് രാജ്യത്തിന്റെ മൂല്യത്തിനനുസരിച്ച്, രാജ്യത്തിന്റെ പണത്തിന്റെ മൂല്യത്തിനനുസരിച്ച്. സോ 1 രൂപ മീൻസ് 1 CBDC, 2 രൂപ മീൻസ് 2 CBDC. അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന USDT എന്ന് പറയുന്ന സ്റ്റേബിൾ കോയിൻ. അത് US ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് കൂടുകയും ചെറിയ മാറ്റങ്ങൾ അതിൽ വരുന്നത്. അല്ലാതെ മാർക്കറ്റിന് വ്യതിരിച്ചുകൊണ്ടല്ല ഒരിക്കലും എന്ത് ചെയ്യാം ആ പ്രൈസിന് ചേഞ്ചസ് വരിക എന്നുള്ളത്. സ്മാർട്ട് കോൺട്രാക്ട് വെബ്3 ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്നുള്ളത്.
A smart contract is a self-executing digital agreement where the terms are written in code and automatically runs when conditions are met. വെച്ചാല് ഇവിടെ സ്മാർട്ട് കോൺട്രാക്ട് മുഖാന്തരമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ കണക്ഷനും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു വ്യക്തിനെ ഇതിലൊരു പ്രോഗ്രാമിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു പ്രോഗ്രാമിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളെ ഈ പ്രോഗ്രാമിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും അല്ലെ. കോയിൻഫോർജ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ആ വ്യക്തിയുടെ സ്മാർട്ട് കോൺട്രാക്ട് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രോഗ്രാമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. സോ ആ രണ്ട് വ്യക്തികളുള്ള കരാറ്, ആ രണ്ട് വ്യക്തികളുടെ ഇടയിൽ മറ്റൊരു വ്യക്തി ഇല്ല എന്നുള്ളതാണ് ആ കരാറിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ ഒരു കരാറിലൂടെ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധിപ്പിക്കുന്ന സിസ്റ്റത്തിനെയാണ് ഒരു മനസ്സിലാവും. എങ്ങനെയാണ് ഒരു സ്മാർട്ട് കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നോർമൽ ട്രഡീഷണൽ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു യൂസർ കയ്യിൽ നിന്നും ബാങ്കിലേക്കും, ബാങ്കിലെ കയ്യിൽ നിന്നും രണ്ടാമത്തെ യൂസറിലേക്കും, പക്ഷെ അതിലൊരു മിഡിൽ കൺട്രോൾ ബൈ എ ബാങ്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഇത്രയും കാലം കണ്ടിരിക്കുന്നത്. പക്ഷെ ഇനി വരുന്നത് സ്മാർട്ട് കോൺട്രാക്ട് മുഖാന്തരം വെബ്3 പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യൂസർ ഫണ്ടിൽ നിന്നും നേരെ കോഡ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യപ്പെടുകയും അതേ യൂസർ 2ലേക്ക് എന്ത് ചെയ്യുന്നു, ചില രണ്ട് വ്യക്തിയിലുള്ള കരാറിനെ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടാണ്. കണ്ടീഷൻസ് ആർ റിട്ടേൺ ഇൻ കോഡ്. ഇവിടെ കോഡുകൾക്കാണ് മൂല്യം. ഇവിടെ ഒരിക്കലും എന്തില്ല, മറ്റൊരു സ്ട്രാറ്റജിക്കോ മറ്റൊരു സിസ്റ്റത്തിനോ ഇവിടെ മൂല്യമില്ല. നമുക്കറിയാം, നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കാൻ ശ്രമിക്കുന്നത്, കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കോഡിംഗ് ആണ് അല്ലെ. ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ കോഡിംഗ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കോഡിംഗ് ഇല്ലാതെ വലിയൊരു സിസ്റ്റത്തിലേക്ക് മാറാൻ പറ്റില്ല. സോ ഇവിടെ സ്മാർട്ട് കോൺട്രാക്ട് കോഡിംഗ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോഡിനെ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റോർഡ് ഇൻ ബ്ലോക്ക് ചെയിൻ when conditions are met, action happens automatically. ഞാൻ കൊടുത്തിരിക്കുന്ന കോഡിൽ തന്നെ അതേ സിസ്റ്റം അത് സ്വീകരിക്കാനുള്ള വ്യക്തിയും കൊടുക്കുന്ന സമയത്ത് ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ആ ട്രാൻസാക്ഷൻസ് അവിടെ നടക്കപ്പെടും. ഇങ്ങനെ ട്രാൻസാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു ഐഡി വെക്കുന്ന സമയത്ത്, കോയിൻഫോർജിൽ ഒരു ഐഡി വെക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഇത്ര പെർസെന്റേജ് ഇത്ര വ്യക്തിക്കുന്നുണ്ട്. അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ടെർമിനൽ 3 നിങ്ങൾ ആദ്യത്തെ എൻട്രിയാണ് വെക്കുന്നതെങ്കിൽ 80% എന്ന് പറയുന്നത് കോഡ് ചെയ്തിട്ട് ഓൾറെഡി ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ്. ഇതേ സിസ്റ്റം അവിടെ നിങ്ങൾ ഇവിടെ ഒരു വ്യക്തിയെ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്തിരിക്കുന്ന കോഡിംഗ് ആണ്. അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നത്, ഇൻകം വരുന്നത്. അവിടെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, ക്ലെയിം ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ആ പ്രൈസ് റിലീസ് ചെയ്യാൻ വേണ്ടിട്ടോ മറ്റൊരു വ്യക്തിനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത, ആൻഡ് നോ വൺ കൻ സ്റ്റോപ്പ് ഓർ ചേഞ്ച്. ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും തിരിച്ചെടുക്കാനോ അതിനെ എഡിറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ പറ്റില്ല. എന്നുവെച്ചാല് ഇപ്പൊ നമ്മൾ പറയേണ്ട കോയിൻഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ പ്ലാൻ, റിവോൾവ് എന്ന് പറയുന്നതാണെങ്കിൽ റേസ് ആണെന്ന് പറയണം. എന്താണോ സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈനായിട്ട് ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്ക് അറിയാം, ഓരോന്നിനും ഓരോ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഉണ്ട്. ഇപ്പൊ റിവോൾവിന് നോക്കുകയാണെങ്കിൽ 8 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഉണ്ട്. ഈ 8 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എന്താണ് ആഡ് ചെയ്തിരിക്കുന്ന കോഡിംഗ്, ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്തിരിക്കുന്നത്, അത് അതേ രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ, ഒരു മാറ്റവും വരില്ല. സോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസാക്ഷന്റെ സിസ്റ്റമാണ് വെബ്3 സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് വാളറ്റുകൾ ഉണ്ടല്ലേ. നേരത്തെ നമ്മുടെ ക്രിപ്റ്റോ അസറ്റുകളെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനെ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമായിട്ട് അസോസിയേറ്റ് ചെയ്ത സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക, ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് വാളറ്റ് അല്ലെങ്കിൽ മെറ്റാമാസ്ക്, ഡാസ്ക് അങ്ങനെ പോലത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാളറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു പ്രോഗ്രാമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. സോ ഇതൊക്കെ ഡീസെൻട്രലൈസ്ഡ് വാളറ്റുകളാണ്. നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷനുകൾ അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമിനെ കണക്ട് ചെയ്യാൻ, ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാളറ്റുകളാണ്. അതേപോലെ തന്നെ നമ്മുടെ അസറ്റുകൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള, ഇപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളത് പേഴ്സിൽ വെക്കും. ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നേരെ ബാങ്കിൽ കൊണ്ടുവെക്കും, ബാങ്ക് ലോക്കറിൽ വെക്കും. അതേപോലത്തെ ഒരു ലോക്കറാണ് എന്ത് ഇവിടെ നമ്മുടെ വാളറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കയ്യിലിരിക്കുന്ന വാളറ്റുകളുടെ പ്രാധാന്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇതിലുള്ള ഏറ്റവും വലിയൊരു സേഫ്റ്റി എന്ന് പറയുന്നത്, ബാങ്കിൽ നിങ്ങൾ പോയിട്ട് നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് പല ആളുകൾക്കും അതിനെ കുറിച്ച് അറിയാം. അപ്പൊ അത് എക്സാമ്പിൾ ആണ്, നിങ്ങൾ ഒരു 1 ലക്ഷം രൂപ FD ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ FD മെച്ചൂർ ആവുന്ന സമയത്തേക്കും നിങ്ങൾക്ക് പല ആളുകളിൽ നിന്നും, അവിടെ മാനേജർ മുതൽ തൂപ്പുകാർ വരെയുള്ള ആളുകളിൽ നിന്നും നിങ്ങൾക്ക് കോൾ വരും, സർ നിങ്ങളുടെ FD മെച്ചൂർ ആവാൻ പോകുന്നു, നിങ്ങൾ ഇവിടെ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളത്. സോ അതേ രീതിയിലല്ല ഇവിടെ അത്, കാരണം അതിനവിടെ നിങ്ങളുടെ ഒരു
പ്രൈവറ്റ് അല്ലെങ്കിൽ നമുക്ക് അവിടെ പ്രൈവസി ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു വെബ്3 വാലറ്റ് ഉണ്ട്. ആ വാലറ്റിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 10 ബിറ്റ് കോയിൻ ഉണ്ടെങ്കിൽ ആ 10 ബിറ്റ് കോയിൻ ഉണ്ടെന്ന് നിങ്ങൾ പറയാതെ മറ്റൊരു വ്യക്തി എന്ത് ചെയ്യില്ല, അറിയില്ല. സോ ഇങ്ങനെ ഈ വെബ്3 വാലറ്റ് ത്രൂ നമ്മുടെ അസറ്റുകളെ കീപ്പ് ചെയ്യാം. പക്ഷെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കീ ഫ്രേസ് ആണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇരിക്കുന്ന 357 ആളുകൾക്കും, ഞാനടക്കമുള്ള 357 ആൾക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 12 വേർഡ്സ് കീ ഫ്രേസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. 12 വേർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഓരോ വേർഡുകളും അതിൽ 64 ഡിജിറ്റ്സ് ഉള്ള കോഡിംഗ് ആണ് അതിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അത് ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾക്ക് കിട്ടുള്ളൂ അല്ലെ. അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോർഗറ്റ് പാസ്വേഡ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടോ നമുക്ക് അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. സോ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വാലറ്റുകളുടെ കീ ഫ്രേസിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു വ്യക്തിയിലേക്ക് പോകാതെ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെയാണ്. നമ്മുടെ വീടിന്റെ ആധാരം നമ്മൾ നാളെ പോയിട്ട് വേറൊരാൾക്ക് വെറുതെ കൊടുക്കുന്നതിന് തുല്യമാണ് നമ്മുടെ കയ്യിലുള്ള അസറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ വാലറ്റ് പോലത്തെ ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ വാലറ്റുകളുടെ കീ ഫ്രേസ് നമ്മൾ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് വെബ്3 ഹാക്ക് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു വ്യക്തിക്ക് ഇതിൽ കടന്നുകൂടാൻ പറ്റില്ല, നമ്മുടെ അസറ്റുകൾ ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കാം, നമ്മുടെ കയ്യിലുള്ള കീ ഫ്രേസ് മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്ത് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കീ ഫ്രേസ് ത്രൂ ചെയ്യാൻ പറ്റും. മറ്റൊരു രീതിയിലേക്കും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ആ അസറ്റിനെ ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു വ്യക്തിക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ ബിറ്റ് കോയിനിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല ഡെഡ് മണികളും ഉണ്ട് എന്നുള്ളത് അല്ലെ. ഡെഡ് മണി ആയിട്ട് പല സ്ഥലത്തും കിടക്കുന്നതൊക്കെ കേൾക്കാറുണ്ട്. ആ എന്തുകൊണ്ടാണ് ഡെഡ് മണി ആയി കിടക്കുന്നത്? പണ്ട് 2020-ലും 2021-ലും ഇതേ സിസ്റ്റം പ്രകാരം നെറ്റ്വർക്ക് മുഖാന്തരം നിങ്ങൾ ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ബിറ്റ് കോയിൻ ആളുകൾ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് വാങ്ങി വെച്ചിരിക്കുന്ന പല ആളുകളും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ആ വെബ്3 വാലറ്റിന്റെ അഡ്രസ്സുകൾ അല്ലെങ്കിൽ കീ ഫ്രേസുകൾ നഷ്ടപ്പെടുത്തിയ സമയത്ത്, ഇത് വില കൂടിയ സമയത്തും ഇത് തിരിച്ചെടുക്കാൻ പറ്റുന്നത് എവിടെയാ എഴുതി വെച്ചെന്ന് അറിയില്ല, അത് എവിടെ കളഞ്ഞു പോയെന്ന് അറിയില്ല. പല ആളുകളുടെയും കീ ഫ്രേസ് നഷ്ടപ്പെട്ടതുകൊണ്ട് സെറ്റിനെ അവർക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ ഒക്കെ ഒരു ഫാസ്റ്റ് ട്രാക്ക് നമ്പർ ഗ്രേറ്റ് ലീഡർ ഫിറോസ്ക എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ബിറ്റ് കോയിൻ എന്റെ കയ്യിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് കാണാൻ മാത്രം പറ്റുന്നുണ്ട്, വാച്ച് വാളറ്റ് മുഖാന്തരം കാണാൻ മാത്രം പറ്റുന്നുണ്ട്, എനിക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല, അതിന്റെ കീ ഫ്രേസ് നഷ്ടപ്പെട്ടു. സോ നിങ്ങളുടെ അസറ്റിന്റെ ഉത്തരവാദിത്വം ആ കീ ഫ്രേസ് അല്ലാതെ നിങ്ങൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. ഇവിടെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് വെബ്3-ലുള്ളത്? നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ട്രേഡ് ചെയ്യാം, NFTs ആക്കിയിട്ട് മാറ്റാം, ഡെഫി ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാക്കാം, ഫ്രീലാൻസിംഗ് ഇൻ വെബ്3 ഏർലി അഡോപ്റ്റർ അഡ്വാൻറ്റേജ്. And Web3 is not the future, it's already happening. Early learners become future leaders. എന്നുവെച്ചാല് ഈ Web3 എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു കാലഘട്ടമല്ല, ഇപ്പൊ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി നമ്മളിലേക്ക് എത്തിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇതിനെ നമ്മൾ ഇപ്പോഴേ ഉപയോഗിക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ലോകത്ത് ഒരു 5% മാത്രം ആളുകൾ അല്ലെങ്കിൽ 7% ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇൻഡസ്ട്രി നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാളെകൾ എത്രയായിരിക്കും, എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ രീതിയിൽ പ്രൊജക്ടുകളിലേക്ക്, പ്രോഗ്രാമുകളിലേക്ക്, നമ്മുടെ കോയിൻ ഫോർജ് പോലെയുള്ള മെറ്റാഫോഴ്സ് പോലുള്ള പ്രോജക്ടുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ലക്ഷങ്ങൾ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്തുണ്ടാക്കുന്നുണ്ട്. പല ആളുകളും എന്താ പറയാ, ഇപ്പൊ CS എന്ന് പറയുന്ന ഒരു കോയിൻ ഫോർജ് എംപവർമെന്റ് കമ്മ്യൂണിറ്റി ഇതിനെ തൊട്ട് മുമ്പ് എടുത്തിരിക്കുന്ന CS എന്ന് പറയുന്ന കോയിൻ എന്ത് ചെയ്യാറുണ്ട്, ട്രേഡ് ചെയ്തിട്ട് ഇപ്പോഴും വലിയ രീതിയിലുള്ള വരുമാനം, ഒന്നുമില്ലെങ്കിൽ ആസ്ട്രേലിയ വീട്ടിലേക്കുള്ള ചെലവിനുള്ള പൈസ ഇവിടെ ഇരിക്കുന്ന 70% ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ട്രേഡിങ്ങിന് വേണ്ടി നമുക്ക് ഈ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കാം. NFTs പർച്ചേസ് ചെയ്യാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നോൺ ഫഞ്ചബിൾ ടോക്കൺസിന്, ഡെഫി സിസ്റ്റത്തിന് വേണ്ടിയിട്ട്, ഫ്രീലാൻസിങ്ങിന് വേണ്ടിയിട്ട്, അതേപോലെ ഏർലി അഡോപ്റ്റർ നമുക്കിവിടെ ആദ്യം എടുക്കാൻ പറ്റുന്ന രീതിയാണ് വെബ്3 ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ശരിക്കും. ആൻഡ് കോയിൻ ഫ്ലോസ് ഇത്രയും നമ്മൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം കംപ്ലീറ്റ്ലി എവിടെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വെബ്3 എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഇന്ന് നമ്മളെ കൈവശം എത്തിയിരിക്കുന്നത് കോയിൻഫോർജ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ. ഇവിടെ എന്തുണ്ട്, ഇത് പ്രവർത്തിക്കുന്നത് വെബ്3-ലാണ്, ഇത് പ്രവർത്തിക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ്. സ്മാർട്ട് കോൺട്രാക്ട് ത്രൂ ആണ് ഇതിന്റെ ഇൻകം നമ്മളിലേക്ക് എത്തുന്നത്, മറ്റൊരു വഴിക്കല്ല. സോ ഇവിടെ ഇതിനൊരു വാലറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാലറ്റിൽ നിങ്ങളുടെ
ഇഷ്ടപ്പെട്ട രീതിയിൽ വാളറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കീ ഫ്രേസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോയിൻഫോർജ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്ട് ആണ് നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തി ത്രൂ ആ സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്തിരിക്കുന്ന കോഡിംഗ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഇത് എന്ത് ചെയ്യുന്നില്ല, മറ്റൊരു നെറ്റ്വർക്ക് സിസ്റ്റം പോലെ അല്ലെങ്കിൽ മറ്റൊരു മെമ്പലം പോലെ 4 ആളുകളെ ചേർക്കുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനമായിട്ട് നിങ്ങൾ കോയിൻഫോർജിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല എന്നതാണ്. ഇവിടെ നമ്മുടെ കയ്യിൽ ടോക്കണുകളുണ്ട്, ക്രിപ്റ്റോ അസറ്റുകൾ ഉണ്ട്, ക്രിപ്റ്റോ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇവിടെ നമ്മുടെ കോയിൻഫോർജിനുള്ള ബെനിഫിറ്റ്സ് എന്താണ്? വെബ് 3.0 പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ പബ്ലിക് ബ്ലോക്ക് ചെയിനിലാണ് ഈ ഒരു പ്രൊജക്ട് പ്രവർത്തിക്കുന്നത്. അതേപോലെ ഏർലി അഡോപ്ഷൻ അഡ്വാൻറ്റേജ്. ഇന്ന് ലോകത്ത് വെറും 7% മാത്രം ആളുകൾ കേട്ടിരിക്കുന്ന പ്രോഗ്രാമിലൂടെ നമ്മളിവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതേപോലെ തന്നെ മാസീവ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ. നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കി തരാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് എന്ത്, ഈ ഒരു കോയിൻഫോർജ് എന്ന് പറയുന്നത്. നമ്മൾ പറയാറുന്നത് പോലെ ഡീസെൻട്രലൈസ്ഡ് ആണ്, ട്രാൻസ്പെറന്റ് ആണ്. എന്തുകൊണ്ടാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് കിട്ടേണ്ട വരുമാനം സ്മാർട്ട് കോൺട്രാക്ട് ത്രൂ ഏത് രീതിയിലാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് കോഡാണോ അതിന് ആഡ് ചെയ്തിരിക്കുന്നത്, അതേ രീതിയിൽ ആയിട്ട് ഇപ്പൊ റൈഡ്സിനാണെങ്കിൽ 6 സ്മാർട്ട് കോൺട്രാക്റ്റും റിവോൾവിനാണെങ്കിൽ 8 സ്മാർട്ട് കോൺട്രാക്റ്റും ഏത് രീതിയിലാണോ ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വാളറ്റിലേക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു വ്യക്തിക്കും പറയാൻ പറ്റില്ല ഞാൻ ഇന്ന വ്യക്തിനെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വ്യക്തി ത്രൂ വന്നപ്പം എനിക്ക് ടീമെന്ന് കയറേണ്ട ഈ ഇൻകം കയറിയിട്ടില്ല എന്ന് ഒരു വ്യക്തിക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അത് തന്നെയാണ് ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ വളരെ ട്രാൻസ്പെറന്റ് ആണ്. നമ്മളോട് ഒരു വ്യക്തി ചോദിക്കുകയാണ് എന്താണ് ഇതിന്റെ ഒരു നിർമ്മിഷൻ, നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്, ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് ഞാൻ പരിശോധിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ വ്യക്തിക്ക് നമ്മുടെ സ്മാർട്ട് കോൺട്രാക്ട് ഇതാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഏത് പോളിഗൺ ബ്ലോക്ക് ചെയിൻ, പോളിഗൺ സ്കാനർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുടെ പ്ലാറ്റ്ഫോം ഉള്ളത് എന്ന് നമുക്ക് ധൈര്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ റിയൽ ഫിനാൻഷ്യൽ ഇതൊരു ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്റം, ഇതുവരെ എടുത്ത ജോലി പോലെയോ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ചെയ്ത ബിസിനസ് പോലെയോ ഒരു ട്രഡീഷണൽ മാർക്കറ്റ് പോലെയോ അല്ലാതെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയൊരു എഫേർട്ട് ഇല്ലാതെ ഒരു റിയൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ ഓട്ടോമാറ്റഡ് പാസീവ് ഇൻകം, നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന പോലെ, നമ്മളെപ്പോഴും പറയുന്ന പോലെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും എന്നിലേക്ക് ഇൻകം വരുന്ന ഒരു സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും. അതേപോലെ തന്നെ നോ റിസ്ക് ഓഫ് മാനിപ്പുലേഷൻസ്. ആളുകൾ പേടിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ മാനിപ്പുലേഷൻ നടക്കുമോ, ഇത് നിന്നു പോവോ, ഇത് ആർക്കെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ, നാളെ ഞാനൊരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നാളെ ആ വ്യക്തിന്റെ പൈസക്ക് ഞാൻ ഉത്തരവാദിത്വം പറയേണ്ടി വരുമോ? ഇതൊക്കെയാണ് നമ്മളുള്ള പല ആളുകളുടെയും സംശയങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ. സോ അത് നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കിവിടെ കൃത്യമായിട്ട് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇതിവിടെ മാനിപ്പുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, ഒരു വ്യക്തിക്കും സാധിക്കില്ല എന്നുള്ളത്. So Web3 is not a just technology, it's a new era or ownership from companies to individual. ഇവിടെ കമ്പനികൾ ഭരിക്കുന്നതല്ല, അല്ലെങ്കിൽ മറ്റൊരു കമ്പനികൾ ഭരിക്കുന്ന പോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതുപോലുള്ള ഗൂഗിൾ പോലുള്ള കമ്പനികളല്ല ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ ഈ കമ്പനികളുടെ ഭരണത്തിലെ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് Web3 നമുക്ക് ഓഫർ ചെയ്യുന്നത്. ആ ഒരു Web3നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമ്മുടെ ജീവിതം കളർഫുൾ ആയിരിക്കും. കോഡ് ഈസ് ദ ന്യൂ ലോ ഇൻ Web3. ഇവിടെ കോഡിങ്ങിന് മാത്രമാണ് പ്രാധാന്യം. ഇവിടെ ആരും പറയുന്ന ഒരു നെഗറ്റീവിനും ഒരു പ്രാധാന്യമില്ല. എന്താണ് ഇവിടെ കോഡ് ചെയ്തിരിക്കുന്നത് ആ സിസ്റ്റമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു വലിയ സമയം എടുത്തിട്ടില്ല, കാരണം ചെറിയൊരു ടോപ്പിക് അല്ല ഇന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. ഈ ഒരു 1 ഹവറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയാണ്. ബാക്കി നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യാം, ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഒരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോവുക. ഈ പ്രൊജക്ടിന്റെ നമ്മൾ ഏറ്റെടുക്കുന്ന പ്രൊജക്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ആരും എന്ത് ചെയ്യരുത്, ഇതിനെ അവസരത്തിനെ നഷ്ടപ്പെടുത്തി പോകരുത് എന്നുള്ളതുകൊണ്ട് പറയാണ്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം ശുഭമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഒരു സെഷൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.